പെന്തക്കോസ്തുകാരെ, നിങ്ങളുടെ തലമുറകൾ എന്തായിത്തീരും, എവിടെ ചെന്ന് ചേരും എന്ന് നിങ്ങൾ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേറൊരു വ്യക്തിയെ കൂടെ കർത്താവിനോട് പറയുന്നത് അയാൾക്ക് സംഗീതവുമായി എന്തൊക്കെയോ ബന്ധമുള്ളതുപോലെ പരിശുദ്ധാത്മാവ്. മോനെ, കർത്താവ് എന്നെ കാണിക്കുന്നു, നിനക്ക് ഭയങ്കരമായിട്ട് ചിറക് മുളയ്ക്കുന്നത് ഞാൻ കാണുകടാ. നീ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ പരസ്യമായിട്ട് പറയട്ടെ. എന്റെ ഫോട്ടോ ഈ ഫ്ലെക്സെ കണ്ടപ്പോൾ കർത്താവ് എന്നെ ഇതേപോലെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചോ ഇല്ലയോ? എന്നോട് ഇപ്പൊ പറയണം. കർത്താവ് പറയാം, നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കമോൺ, എത്ര പേർ ഇതിനകത്തുണ്ട്? എത്ര പേര് ഇതിനകത്തുണ്ട്? വീണ്ടും ഞാൻ ഒരാളെ കാണുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്നത് സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സെപ്റ്റംബർ മാസത്തിൽ ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം. എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ എന്നോട് കർത്താവ് പറയുന്നത്, ഈ 2 ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ ഇനിയും ഇങ്ങനെ പോകണോ? ഞാൻ ഈ ചോദിച്ച ചോദ്യം ശരിയാണോ? ഈ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കർത്താവ് മറുപടി തരികയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാനല്ല, അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വേർതിരിക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു വ്യക്തിയെ കൂടെ കർത്താവിനോട് പറയുന്നത് അയാൾക്ക് സംഗീതവുമായി എന്തൊക്കെയോ ബന്ധമുള്ളതുപോലെ പരിശുദ്ധാത്മാവ്. എൻകൗണ്ടർ ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. സംഗീതവുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് അങ്ങനെ തന്നെ പറയാൻ പോകുന്നു. എന്നെപ്പോലെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു അഭിഷേകം. അവിടെ ഒരു ബാലൻ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവനെക്കുറിച്ചായിരിക്കും. അവൻ്റെ മാതാപിതാക്കൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ ഓർഗനും വാങ്ങിച്ച് പറക്കൊണ്ട് അവൻ ആ പള്ളിയിൽ നിന്ന് കൊണ്ടുപോവുക. ഞാൻ മാതാപിതാക്കളോട് കയറി പറയുന്ന ഒരു കാര്യമാണ്, 10-15 വർഷമെങ്കിലും ഉപവാസങ്ങളും ഉണർവ് യോഗങ്ങളും കൺവെൻഷനൊക്കെ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഓർഗൻ വായിച്ചവരും പാഡ് വായിച്ചവരും പാടിയവരും ഈ മ്യൂസിക്കുമായിട്ട് തീർന്നവരാരും രക്ഷപ്പെട്ട ചരിത്രം കണ്ടിട്ടില്ല. കാര്യം പ്രോഗ്രാമുകളില്ല, വരുമാനമില്ല, കടം കയറി കടക്കിണിയിലായി ജീവിതം തകർന്നു. നിങ്ങളുടെ മക്കളെ അങ്ങനെ ആക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ്റെ മ്യൂസിക്കിൻ്റെ പിറകെ പോവുക. അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസവും സ്വന്തം വരുമാനവും ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പെന്തക്കോസ്തുകാരെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണിത്. ഈ പ്രസംഗിച്ചവൻ്റെ ഭാവി, ഈ എൻകൗണ്ടർ നടത്തുന്നവൻ്റെ ഭാവി എൻ്റെ മാതാപിതാക്കളായിട്ട് ഇല്ലാതായി കഴിഞ്ഞു. ഇവന് ഭാവിയില്ല. ഇത്രയും പറയാൻ ചങ്കുറപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ 52 വർഷത്തെ പെന്തക്കോസ്തു പാരമ്പര്യം പറയാനുള്ള ഒരു പാസ്റ്ററാണ്. പാസ്റ്റർ പട്ടമൊന്നും എനിക്ക് നിങ്ങൾ തരണ്ട. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു സഭ നടത്തി സന്തോഷത്തോടെ പോകുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി. ഞാൻ പറയട്ടെ, എൻ്റെ കൊച്ചുപ്രായത്തിൽ പാസ്റ്റർമാർ ഒരുപാട് പേര് കടന്നു വന്ന ഒരു വീടാണ് എൻ്റെ വീട്. വന്നവൻ വയറു നിറച്ച് ആഹാരമെല്ലാം കഴിച്ച ശേഷം തലയിൽ കൈവച്ച് എൻകൗണ്ടർ നടത്തുന്നു. ശമുവേൽ ബാലൻ്റെ വിളി, വേറെ ഒന്നിനും രക്ഷയില്ല. ശുശ്രൂഷയാണ് തങ്കേ സാറേ നിങ്ങളുടെ മക്കൾക്കുള്ളത്. അങ്ങനെ 2 പേരുടെയും വിദ്യാഭ്യാസത്തിന് അടിത്തറ തകർത്ത് കളഞ്ഞ കപട പെന്തക്കോസ്ത് സമൂഹത്തിനെയാണ് ശരിയായ പെന്തക്കോസ്തുകാരല്ല പറയുന്നത്. കപട പെന്തക്കോസ്തുകാരെ ചൂലെടുത്തടിച്ച് വെളിയിലിറക്കണം. നിങ്ങളുടെ പയ്യന്മാരുടെ വിദ്യാഭ്യാസം പോകും, ജീവിതം തകരും. ഒരു കാലഘട്ടം തിരിച്ചറിവ് വരുമ്പോൾ ഈ പയ്യന്മാർ നിങ്ങൾ മാതാപിതാക്കളെ കുറ്റം പറയും. മാതാപിതാക്കളുടെ അന്ധതകളാണ്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടും വണ്ണം ജോലിയില്ല, വേണ്ടും വണ്ണം വിദ്യാഭ്യാസമില്ല. അവസാനം ഗതിമുട്ടി ഇവനെപ്പോലെ എൻകൗണ്ടർ അത് ഇത് ചപ്പ് ചവറ് പേര് പറയൽ പരിപാടി നടത്തി കുറേ കാലം ജീവിക്കും. വിവരമുള്ളവന്മാർ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ വയറ്റിപ്പാട് മുട്ടുന്നതോടുകൂടെ അവൻ പലതും ചിന്തിക്കും. ഒന്നുമല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെ 10 തെറി പറയും മരിക്കുന്നതിന് മുമ്പ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാരമ്പര്യ പെന്തക്കോസ്തിൻ്റെ കാര്യഗൗരവമായ അനുഭവങ്ങളെ പഠിച്ചവൻ തുറന്നു പറയുന്നു. ഇന്നും എനിക്ക് സഭയുണ്ട്, ഞാൻ സഭാപ്രവർത്തനം നടത്തുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒരു പഠിപ്പിക്കലാണ്. ഒച്ചയുള്ള ശബ്ദം, പേര് പറയൽ തന്ത്രം, ആത്മാവിതാ പറയുന്നു, അങ്ങനെ പറയുന്നു. 3-ാം പാട്ടിൽ ഇളക്കി ഉരുട്ടണം. രോഗസൗഖ്യത്തിൻ്റെ പേരുകൾ വിളിച്ചു പറയണം, സൗഖ്യമായെന്ന് പറയണം, പ്രോസ്പെരിറ്റിയെ ഉറപ്പിച്ച് പറയണം. ഇത് കോവിഡിന് 1 വർഷം മുമ്പ് വരെ ചെയ്ത് അനേകരെ ഇളക്കി ഉരുട്ടി കറക്കിയിട്ട അതിസമർത്ഥനായ വിദ്വാൻ ആണ് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ അടിയുറച്ച കുറ്റബോധം, ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശുശ്രൂഷ കോവിഡിന് 1 വർഷം മുമ്പ് ഞാൻ നിർത്തി.
നിർത്തിയതോടുകൂടെ തുള്ളിച്ചാടി ഇളകി ഉരുളുന്ന വിശ്വാസികളൊക്കെ എന്നെ വിട്ടുപോയി. പോകാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ഓടോ നിൽക്കരുത് നിങ്ങളിവിടെ ഒന്നും നിന്ന് പോരുത്, എല്ലാം സ്ഥലം വിട്ടോ. എന്നാൽ അത് കാര്യഗൗരവമായി ബാധിച്ചു. കാരണം അവരുടെ സാമ്പത്തികം എന്നിൽ കിട്ടി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആഹാരം കഴിച്ചൊക്കെ പോവുകയായിരുന്നു. പക്ഷേ കാര്യഗൗരവമായി ബാധിച്ചത് പിന്നെ ഞാൻ മനസ്സിലാക്കി. എൻ്റെ കണ്ണുകൾ തുറന്നു. ശരിയായ ശുശ്രൂഷയിലേക്ക് ഞാൻ കണ്ണുകൾ പതിപ്പിച്ചു. എന്നാൽ ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ പിതാവിൻ്റെ പെൻഷൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടുമായിരുന്നു 10,500 രൂപ. അത് വച്ച് ഞാൻ നല്ല കാലഘട്ടത്തിലെ പിടിച്ചു നിന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിങ്ങനെ ചിന്തിച്ചു, എൻ്റെ അമ്മയുടെ കാലഘട്ടം കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പട്ടിണിയാകും, ഞാൻ ബുദ്ധിമുട്ടുണ്ടാകും. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ വളരെ കൂലങ്കക്ഷമായി പ്രാർത്ഥിക്കുകയും ഗ്രഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ശുശ്രൂഷയുടെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് കള്ളന്മാരുമായിട്ടുള്ള എല്ലാ കണക്ഷനൊക്കെ മനസ്സിലാക്കി ഞാൻ തിരുന്താൻ ആഗ്രഹിച്ച് ഞാൻ 5 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ ഒപ്പിച്ച് സ്വയം സംരംഭങ്ങൾ ആരംഭിച്ചു. പവർ ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സെക്ഷൻ, ഒരാട് ഫാം മനോഹരമായി ഇന്നും വളരെ സന്തോഷമായി പോകുന്നുണ്ട്. എനിക്ക് കെട്ടിപ്പിടിച്ച് തെങ്ങിലൊക്കെ കയറാൻ അറിയാം. കൊച്ചിലെ തെങ്ങ് കയറൽ മിഷൻ വാങ്ങിച്ച് ഞാൻ സ്വയം തൊഴിൽ കണ്ടെത്തി. ഇന്ന് ഞാൻ വളരെ മനോഹരമായി ഈ കൈകൊണ്ട് അധ്വാനിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ, ദശാംശത്തിൽ കണ്ണുവയ്ക്കാതെ പ്രാഗൽഭ്യത്തോടെ ഞാൻ സഭ നടത്തുന്ന ഒരു പാസ്റ്ററാണ്. നിങ്ങളുടെ മക്കൾക്ക് പലർക്കും എനിക്ക് വന്ന പഴയ അനുഭവങ്ങൾ വരാതിരിപ്പാൻ മക്കൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചാടിക്കേറി വീട്ടിൽ വന്ന പന്തകളുടെ കൈ നിങ്ങളുടെ മക്കളുടെ തലയിൽ വരരുത്, അവൻ്റെ മനസ്സ് മുരടിക്കും. എൻ്റെ പാരമ്പര്യ ചർച്ചിലെ പാസ്റ്റർ ഉണർവ് യോഗങ്ങൾ നടത്തി നോട്ടീസുകൾ വീട്ടിൽ വിതരണം ചെയ്ത് എന്നെയൊക്കെ നിർബന്ധിച്ച് വിളിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇത്രയും പാസ്റ്റർ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ ചർച്ചിൽ പോയി ഉണർവ് യോഗത്തിനിരിക്കും. അപ്പോഴാണ് ഒരു ബാലൻ, ആത്മാവ് അങ്ങനെ പറയുന്നു, ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആത്മാവ് നിന്നെ അങ്ങനെ ചെയ്യുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട് മുഖത്ത് നോക്കി. ഞാൻ പേടിച്ചു പോയി. ഇത്രയും പവർഫുള്ളായിട്ട് ദൈവം ഒരു ഉപയോഗിക്കുന്നല്ലോ, അങ്ങനെ ഒരു ദൈവത്തിനൊരു കൃപ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. ഈ ബാലകണ്ണിക്ക് പേടിയായി. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷ വന്ന ആളാണ്. കാലഘട്ടം കഴിഞ്ഞ് മാരായ്മുട്ടം എന്ന സ്ഥലത്തിൽ ഞാൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞാൻ ആദ്യം തിരക്കിയത് ഈ ബാലനെയാണ്. ഈ ബാലൻ്റെ പേര്, അപ്പോൾ ദൈവം ഉപയോഗിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള ബാലൻ, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനേകരുടെ കേട്ട് മനസ്സിലാക്കി. ഈ ബാലൻ്റെ വീട്ടിൽ പോയി. എന്നാൽ ആ ബാലൻ മാരായ്മുട്ടത്ത് ഭൂലോക തറയാണെന്നും ഇവന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവിടെ ഒരുത്തരും അംഗീകരിക്കുന്നില്ലെന്നും. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് ബാലന്മാരെ കണ്ടവനാണ് ഈ ബേബി ജോൺ പാസ്റ്റർ. അതുകൊണ്ട് ദൈവജനമേ, നിങ്ങളുടെ പൊന്നു മക്കളെ കിങ്കരന്മാരുടെ കയ്യിലാക്കാതെ നന്നായിട്ട് ബൈബിൾ വചനം വായിപ്പിച്ച് ഗ്രഹിപ്പിച്ച് ശരിയായ ബാലനാക്കി, ശമൂവേൽ ബാലനാക്കി വളർത്താൻ ശ്രമിക്കണം. ഊരമ്പിൽ ഒരു വീട്ടിലിടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകും. ആ വീട്ടുകാരുടെ മുകളിലത്തെ നിലകൾ പൊളിച്ചു വച്ച, മുകളിലത്തെ വീട്ടിൽ നില പൊക്കിയാലേ ആ കുടുംബത്തിനകത്ത് ആ സഹോദരിയുടെ രോഗം മാറുമെന്ന് അവന്മാർ പറഞ്ഞ് പഠിപ്പിച്ചു. ആ വീട്ടിലെ ബാലൻ്റെ തലയിൽ കൈവച്ച് അവൻ ദൈവവിളിയാണെന്ന് പറഞ്ഞു. അവൻ്റെ മാനസികാവസ്ഥ തകർന്നു. പഠിത്തം മൊത്തം പോയി. എൻ്റെ അവസ്ഥകൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്. എൻകൗണ്ടർ, തേങ്ങ, മാങ്ങ, ചക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മക്കളെ ഇല്ലാതാക്കുന്നവനെ അടിച്ച് വെളിയിലാക്കുക. എന്നെ കേൾക്കുന്നവരെ, ചുരുക്കി പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ശരിയായ പെന്തക്കോസ്ത് അനുഭവസ്ഥരെയാണ് ഞാൻ അനുഭവസ്ഥരെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ പാസ്റ്റർമാർക്ക് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നന്നായിട്ട് അവർ ചെയ്യട്ടെ. 99% മനസ്സിലാ, അതിൽ 1% അല്ലെങ്കിൽ കുറച്ച് പേരുണ്ട്, ബാക്കിയെല്ലാം പെരുങ്കള്ളന്മാരാണ്. യുവന്മാർക്ക് യേശുക്രിസ്തുവിനെ അറിയില്ലെന്നേ. യുവന്മാർക്കറിയാവുന്ന റൂത്തിനെ പ്രസംഗിച്ച് ബോവസിൻ്റെ സമ്പത്ത് കണ്ട് ബോവസിനെ കറക്കി മയക്കിയെടുത്ത് പോയ ഒരു സ്ത്രീയുടെ ചരിത്രമാണ് റൂത്തിൻ്റെ പുസ്തകം. അതിലൂടെ ആത്മാവറക്കുന്ന കള്ളന്മാർ. പിന്നെ അടുത്തൊരു എസ്തർ, ശരീരം വിറ്റ് രാജാവിന് ശരീരം വിട്ട് ഉയർച്ച നേടിയ സ്ത്രീയുടെ ചരിത്രം. ദാവീദ്, മനസ്സിലാവുന്നുണ്ടോ, 9 ഭാര്യയും 18 വെപ്പാട്ടിയും വച്ച് ദൈവിക ബന്ധം സ്ഥാപിച്ച മനുഷ്യൻ. ശലോമോൻ 300 ഭാര്യ 700 വെപ്പാട്ടി.
പിന്നെ യാക്കോബ് അമ്മാവൻ്റെ വീട്ടിൽ കിടന്ന് 2 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചവൻ. എടാ, ഇവന്മാരുടെ ചരിത്രം പറഞ്ഞല്ലടേ നീയൊക്കെ ആത്മാവിറക്കി ഈ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുന്നത്. എടാ, നീയൊക്കെ ഒരു പ്രസംഗമെങ്കിലും യേശു പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടോടോ? യേശു പറഞ്ഞ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കള്ളമന്തി കോസുകാരെ, നിന്നെയൊക്കെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തൊടുത്തെറിഞ്ഞു. നീയൊക്കെ എത്രയോ തലമുറകളെ തകർത്തെറിഞ്ഞു. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടുകൊള്ളുക. ഇവരുടെ മക്കളെ പല പാസ്റ്റർമാരുണ്ട്, ഇവരുടെ മക്കളെല്ലാം ഇവർ ജർമ്മനിയിലും റഷ്യയിലും അവിടെ ഇവിടെയും വിട്ട് പഠിപ്പിച്ചു. അതാണ് വിളി, അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന വിളി. അതിൽ താളം തെറ്റിയാൽ മാത്രം പിന്നെ പാസ്റ്റർ ജോലി ഏൽപ്പിക്കുന്നതാണ്. എന്നാൽ എന്നെ പോലുള്ളവരെ കൊച്ചു പ്രായത്തിൽ ദൈവവിളിയുണ്ട്, ദൈവത്തിന് ശുശ്രൂഷയുണ്ട്, നിനക്ക് വടക്കേന്ത്യയിലാണ് പ്രവർത്തനം, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നീ എവിടെ പോയാൽ രക്ഷപ്പെടുകയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിനെ ഡൗൺ ആക്കി ചെയ്ത ബിസിനസ് വരെ പൊളിച്ചളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇങ്ങനെ നിങ്ങളുടെ വീട് അവരെ മക്കളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള വിളിയാണ്. നിങ്ങൾക്കാണ് സഭയ്ക്കകത്ത് ആ ചാർജ്, ഈ ചാർജ്, മറ്റേ ചാർജ്, മറിച്ച ചാർജ്, ജോലിക്ക് പോകാതെ കിടന്ന് അവസാനം യൗവനം കഴിയുമ്പോൾ ചിന്തിക്കും കള്ളന്മാർ ചതിച്ചതാണ്. എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക, നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുക, ജീവിതം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, ബൈബിള് നന്നായിട്ട് വായിക്കുക. നിങ്ങൾ പെന്തക്കോസുകാരാകാനോ CSIക്കാരാകാനോ കത്തോലിക്കരാകാനോ ഞാൻ പറയുന്നില്ല. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഗുരുപ്പള്ളിയുടെ ആവശ്യമില്ല. ഇന്നത്തെ ശമൂവേൽ ബാലന്മാരുടെ ഏക ലക്ഷ്യം വയറ്റിപ്പാടാണ്. ബൈബിളിൽ കിടക്കുന്ന ശമൂവേൽ ബാലൻ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചവനാണ്. ഏലി പുരോഹിതൻ്റെ കുറ്റം ചൂണ്ടിക്കാണിച്ചു. പുരോഹിതൻ മക്കളെ ചൊവ്വേ നേരെ വളർത്തുന്നില്ല, പുരോഹിതൻ മക്കളെ തിരുത്തുന്നില്ല. മക്കളോ പ്രാകാരത്തിൽ വരുന്ന സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. തിരുത്താത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിച്ചൊരു കുടുംബം തെറ്റ് ചൂണ്ടിക്കാണിച്ചു. ഇന്ന് ഏത് പിന്നെ ശമൂവേൽ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച ഒരു ശമൂവേൽ ബാലൻ ഇന്നുണ്ടെങ്കിൽ ആ ബാലനോട് ഞാൻ പറയുന്ന ഒരു സന്ദേശമാണ്, അധ്വാനിച്ച് ജോലി വാങ്ങി അല്ലെങ്കിൽ ഉപജീവനം കഴിച്ചിട്ട് വളരെ ശക്തമായി ഒരുത്തനും ചെലവില്ലാതെ ജീവിച്ചിട്ട് മുഖത്ത് നോക്കി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെയുള്ള ശമൂവേൽ ബാലന്മാർ കേരളത്തിൽ എഴുന്നേൽക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.